Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് TWS ആയ Oppo Enco Buds 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് Oppo Enco Buds ഇറങ്ങിയത്. അന്ന് അവർ ഒരു ഡിഫറെന്റ് രീതിയിലാണ് TWS അനൗൺസ് ചെയ്തത്. അതായത് സ്റ്റെം ഇല്ലാത്ത TWS ആയിരുന്നു Buds എന്ന് പറഞ്ഞത്. അപ്പോൾ Enco Buds ഇത്തവണ ഡിസൈൻ ആക്ച്വലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. Oppo Enco Buds 2ൽ സ്റ്റെം ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ഓപ്പോന്റെ TWS അതായത് ഇയർഫോൺസ് ഒക്കെ വളരെ മികച്ച എക്സ്പീരിയൻസ് ആണ് എപ്പോഴും നമുക്ക് തരാറ്. പ്രത്യേകിച്ച് ഓപ്പോൻ്റെ പ്രീമിയം ക്വാളിറ്റി ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. ഓപ്പോൻ്റെ ഇയർഫോൺസ് ഒരു ഡിഫറെൻറ്റ് ലെവൽ തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും കംഫർട്ട് ലെവലാണ് എല്ലാം തന്നെ പൊതുവേ ഓപ്പോൻ്റെ എൻകോ സീരീസ് വളരെ മികച്ച ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് സൗണ്ട് എക്സ്പീരിയൻസിലും. അപ്പോൾ ഇത് പുതിയൊരു TWS ആണ്. ഇതിൻ്റെ വില വെറും 1799 രൂപയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് കുറേ ബ്രാൻഡഡ് അല്ലെങ്കിൽ കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡ്സ് 1500-2000 രൂപയ്ക്ക് താഴെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ഓപ്പോ അവരൊരു എന്താ പറയുക ക്വാളിറ്റി ഇയർഫോൺസ് അനൗൺസ് ചെയ്യുന്ന 1799 രൂപയാണ് ഓപ്പോ എൻകോ ബഡ്സ് 2. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് അതേപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഓപ്പോ എൻകോ ബഡ്സ് 2 എഴുതി കാണാം, ഡിസൈനും കാണാം. ഈ ഡിസൈനിൽ ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ, കളർ ഒരു കോൺട്രാസ്റ്റി കളറാണ്, ബ്ലാക്ക് കേസാണ്, ഉള്ളിൽ ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബഡ്സിൻ്റെ കളറും ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാര്യമായ ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 28 മണിക്കൂറാണ് ബാറ്ററി വരുന്നത്. ഓപ്പോ എൻകോ ലൈവ് സ്റ്റീരിയോ ആൻഡ് സൗണ്ട് എഫക്ട്സ്, ഡബിൾ ടാപ്പ് ടു കൺട്രോൾ ക്യാമറ, 10mm ടൈറ്റാനിയസ് ഡ്രൈവേഴ്സ് ആണ്, ഡയഫ്രം ഡ്രൈവറാണ് വരുന്നത്. AI നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ് ആണ്. പിന്നെ വരുന്നത് ബൈന്യൂറൽ ലോ ലേറ്റൻസി വിത്ത് ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. ഇതാണ് ഓപ്പോ എൻകോ ബഡ്സ് 2. അപ്പോൾ നമുക്ക് ഓപ്പോ എൻകോ ബഡ്സ് 2 കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഓപ്പോ എൻകോ ബഡ്സ് 2ൻ്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു കേസാണ് ആക്ച്വലി. ഇതുണ്ടല്ലോ വളരെ സിമ്പിൾ മിനിമലിസ്റ്റിക് കേസാണ്. അതേപോലെ ഒരു മാറ്റ് ഫിനിഷാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ നമുക്കിവിടെ കേസ് തുറക്കുമ്പോൾ ഇയർഫോൺസ് കാണാം. ഇവിടെ നമുക്ക് USB Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അതേപോലെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ, പോക്കറ്റിലൊക്കെ കൊണ്ട് നടക്കാവുന്ന ഒരു നല്ല ഡിസൈനായിട്ട് നമുക്കിതിനെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഫിനിഷിങ് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതുണ്ടല്ലേ, നല്ല മാഗ്നറ്റിക് മെക്കാനിക്സ് ആണ്. ഇത് താഴോട്ട് വീടൊന്നും പോകത്തില്ല, നല്ല ഒരു മാഗ്നറ്റിക് മെക്കാനിക്സ് ആണ്. കവറും വളരെ സ്റ്റേഡിയായ ഒരു കവറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് TWS ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ എൻകോ ബഡ്സ് 2 TWS. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കുറേ കൂടെ കണ്ടില്ലേ, മാറ്റ് ഫിനിഷാണ്. ഇവിടെ ജെസ്റ്റർ കൺട്രോൾ ഉണ്ട്, സിംഗിൾ ടാപ്പ് ടു പ്ലേ ആൻഡ് പോസ്, ഡബിൾ ടാപ്പ് ടു നെക്സ്റ്റ് ട്രാക്ക്, ട്രിപ്പിൾ ടാപ്പ് ടു പ്രീവിയസ് ട്രാക്ക്, അതേപോലെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം കൺട്രോൾ നമുക്ക് ഇൻക്ലൂഡ് ആണ്. പിന്നെ താഴെ നമുക്ക് കണ്ടില്ലേ ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എഴുതിയതും കാണാം നിങ്ങൾക്ക്. അതേപോലെ ഇയർ ടിപ്സും ഉണ്ട്, നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. 2 അഡീഷണൽ ഇയർ ടിപ്സ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത് വെച്ചാൽ നല്ല ഒരു ഡിസൈൻ, വളരെ മിനിമലിസ്റ്റിക് ലൈറ്റ് വെയിറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് അതേപോലെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്. ഒരു 1800 രൂപേൻ്റെ TWS നമുക്ക് തോന്നത്തേ ഇല്ല. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഒരു മാറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റിയും കംഫർട്ട് ലെവലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ TWS ഒന്ന് ചെവിയിൽ വെച്ച് നോക്കാം. ഇതിൻ്റെ കംഫർട്ട് ആസ്പെക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ TWS വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി വളരെ കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് സ്റ്റെം ടൈപ്പ് ഡിസൈൻ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫിറ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്, നല്ലൊരു ടൈറ്റ് സീലാണ് കിട്ടുന്നത്. ഇതൊരു ബഡ്ജറ്റ് TWS ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ANC ഒന്നുമില്ല, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. പാസീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക സീല്, അതായത് നമ്മുടെ ചെവിയിൽ എത്രത്തോളം ഒരു സീല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ ആ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് ആക്ച്വലി വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റൂമിൽ AC-യും ഫാനൊക്കെ റൺ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ സൗണ്ടൊക്കെ ഉള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ പാസീവ് നോയ്സ് ക്യാൻസലേഷനിലൂടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടതാണ് ഒരു നല്ല ആസ്പെക്റ്റ്. അപ്പോൾ അതെല്ലാ ഇയർഫോൺസിനും പറ്റില്ല. കാരണം ഇയർഫോൺസിൻ്റെ ഫിറ്റിനനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഡിസൈനനുസരിച്ചിരിക്കും ഇതിൻ്റെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം എഫക്റ്റീവാണെന്നുള്ളത്. ഇവിടെ എനിക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ട് തോന്നി. നല്ല ഒരു എന്താ പറയുക പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്, നല്ലൊരു സീലും ഉണ്ട്.
അതേപോലെ തന്നെ ഇത് ഇളകി വീണ പ്രശ്നങ്ങളേ ഇല്ല, ഉദിക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഇത് ട്രെഡ്മില്ല് വരെ യൂസ് ചെയ്ത് നോക്കി, നല്ല ഫിറ്റാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഇയർ ടിപ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് എത്ര കംഫർട്ടബിൾ ആണ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. വലുത് വേണമെങ്കിൽ ബിഗർ സൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു കംഫർട്ട് ആസ്പെക്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് നമ്മുടെ കംഫർട്ട് ആസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. ഇതിൽ ആക്ച്വലി 10mm ഡ്രൈവേഴ്സാണ് വരുന്നത്, ടൈറ്റാനിയം ഡയഫ്രം ഡ്രൈവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ രണ്ട് ആസ്പെക്റ്റ് പറയാണ്. ഒന്ന്, ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ്. അപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത്, എല്ലാ ഫ്രീക്വൻസിനോടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബേസ് മാത്രമല്ല, ട്രിബിൾ മാത്രമല്ല, വോക്കൽസ് മാത്രമല്ല, എല്ലാത്തിനും ഒരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. അതായത് ഒരു നല്ലൊരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതായത് ഭയങ്കര ഒരു ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലി ഇത് അത്രയ്ക്കൊരു എഫക്റ്റീവ് സൊല്യൂഷൻ ആയിരിക്കില്ല. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ബേസ് ആണ്, ഹയർ ബേസ് അല്ല വരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം. കാരണം നിങ്ങൾക്ക് വളരെയധികം ബേസ് വേണമെങ്കിൽ പ്രോബ്ലി ബേസിനോട് ട്യൂൺ ചെയ്ത ഇയർഫോൺസ് എടുക്കുകയായിരിക്കും നല്ല. ഇതിനകത്ത് ബാലൻസ്ഡ് ബേസ് ആണ്. പക്ഷേ ബേസ് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സൗണ്ട് സിഗ്നേച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വോക്കൽസ് നല്ല ക്ലിയർ ആണ്, അതായത് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ നല്ലതാണ്. പ്രത്യേകിച്ച് 1800 രൂപയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ്. അതിന് നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ AI ബേസ്ഡ് നോയ്സ് ക്യാൻസലേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വോയിസ് കോൾസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നല്ല ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ കോള് വിളിക്കുന്ന ആൾക്കും പ്രോബ്ലംസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസും അതേപോലെ കോൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് പറയുന്നത് IPX4 റേറ്റിംഗ് ആണുള്ളത്. അതേപോലെ SBCയും AAC ആണ് ഇതിനകത്ത് കോഡൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റാൻഡേർഡ് ഇയർഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ചാർജർ നിങ്ങൾക്ക് കിട്ടുന്നത് അറൗണ്ട് 7 hours ആണ് കമ്പനി അവകാശപ്പെടുന്നത്. 7 കിട്ടിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നൊരു 5.5 hours ഒക്കെ ഈസിലി കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് വോളിയം, അതായത് മാക്സ് വോളിയം വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 70-75% വോളിയം കിട്ടാൻ തന്നെ നല്ല ഹൈ ക്ലാരിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫുൾ വോളിയത്തിലേക്ക് ക്രാങ്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഗുണം എന്താ വെച്ചാൽ ബാറ്ററി ലൈഫും സേവ് ആവുന്നുള്ളതാണ്. പിന്നെ ടോട്ടൽ കേസ് ഇൻക്ലൂഡഡ് അറൗണ്ട് 28 hours ആണ്. പ്രോബ്ലി ഒരു 23-24 ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജ് ഉണ്ട്. 1 hour ചാർജിങ്, 10 minute ചാർജ് ചെയ്താൽ 1 hour വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ബ്ലൂടൂത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഓപ്പോ ഡിവൈസ് ആണെങ്കിൽ ഓപ്പോൻ്റെ ഡിവൈസിൽ ബഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം, ഇയർബഡ് ഫങ്ഷൻസ് കാണാം. അപ്പോൾ നമുക്കിവിടെ ഇയർബഡ് ഫങ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈവ് സൗണ്ട് എഫക്ട്സ് ചേഞ്ച് ചെയ്യാം. ബേസ് വേണമെങ്കിൽ, ക്ലിയർ വോക്കൽസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പോ സ്മാർട്ട് ഫോൺ അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹേ മെലഡി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിലും iOS സ്റ്റോറിലും അവൈലബിൾ ആണ്. ഹേ മെലഡി എന്നാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ഫീച്ചേഴ്സ് തന്നെ കിട്ടും. പിന്നെ ഇയർബഡ് കൺട്രോൾ ഉണ്ട്. സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടച്ച് ആൻഡ് ഹോൾഡ്, ഇതൊക്കെ എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ് ലെഫ്റ്റും റൈറ്റിലും. പിന്നെ ക്യാമറ റിലേറ്റഡ് സെറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഇതൊന്ന് ഫോട്ടോ ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ്. ടേക്ക് ഫോട്ടോ വിത്ത് ഇയർബഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. SBCയും AAC കോഡെക്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ലോ ലേറ്റൻസി ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയ്ക്കൊരു ലോ ലേറ്റൻസി അല്ല, 94 millisecond ലോ ലേറ്റൻസിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതും ഓപ്പോൻ്റെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ അത്രയും കുറവ് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഗെയിമേഴ്സിന് അത്രയ്ക്കൊരു മികച്ച എക്സ്പീരിയൻസ് ഒന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് കൂടുതലും പാട്ടോ അല്ലെങ്കിൽ നമ്മൾ മീഡിയ കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ള ഇയർഫോൺസ് ആണ്. ഗെയിമേഴ്സിന് പ്രോബ്ലി വയേർഡ് ഇയർഫോൺസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ. എങ്കിലും സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഇതൊരു നല്ല ഒരു ഇയർഫോൺസ് ആണ്. നല്ല സൗണ്ടിങ് ഇയർഫോൺസ്, പ്രത്യേകിച്ച് ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ എൻകോ ബഡ്സ് 2ൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ നമ്മളിത് ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 ഡേയ്സായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. 2-3 കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഡിസൈനും അതേപോലെ ആ ലുക്ക് ആൻഡ് ഫീലും അതേപോലെ ബിൽഡ് ക്വാളിറ്റി എല്ലാം നല്ലതാണ്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 1800 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്ററായ ഒരു സൗണ്ടിങ് ഇയർഫോൺ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഇത് ബേസ് പെർഫോമൻസിന് മാത്രമല്ല, ഇതൊരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇത് എടുക്കാവൂ. ഒരുപാട് ബേസ് ക്രാങ്കപ്പ് ചെയ്യണ ഒരു ഇയർഫോൺസ് അല്ല ഇത്. അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്.
തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫും കുഴപ്പമില്ല, പിന്നെ നല്ല ഓവറോൾ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1800 രൂപയ്ക്ക് ഇത് വേർത്താണോ എന്ന് വെച്ചാൽ അടിപൊളി ഇയർഫോൺസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ മികച്ചതായിരുന്നു. അപ്പോൾ 1800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പുതിയ TWS എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇയർഫോൺസ് ആണ് Oppo Enco Buds 2. ഓപ്പോൻ്റെ എല്ലാ ഓഡിയോ പ്രോഡക്ട്സും വളരെ മികച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു TWS ആണ് Oppo Enco Buds 2. അപ്പോൾ 1799 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് Oppo Enco Buds 2ൻ്റെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.